വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വാർത്തയാണ് നമ്മൾ ചെയ്യുന്നത്. എന്താണ് ജനാധിപത്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ജനാധിപത്യത്തിൻ്റെ കൃത്യമായ സംവിധാനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാതിരുന്നാൽ, പ്രത്യേകിച്ച് 4 തൂണുകൾ, നമുക്ക് 3 തൂണേ ഉള്ളൂ. ഒരു ട്രൈപോഡാണ് ജനാധിപത്യം. പക്ഷെ 4 നമ്മൾ പറയും. ലെജിസ്ലേച്ചർ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിയമസഭ, ലോക്സഭ, രാജ്യസഭയൊക്കെ അവർ നല്ല നിയമങ്ങൾ ഉണ്ടാക്കണം. നിർഭാഗ്യവശാൽ സ്വതന്ത്ര ഇന്ത്യയിലും സ്വതന്ത്ര കേരളത്തിലും ഇപ്പോഴും ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള എത്രയോ പഴഞ്ച നിയമങ്ങൾ ഇപ്പോഴും നമ്മൾ മാറ്റാതെ വെച്ചിട്ടുണ്ട്. അതിനൊന്നും നമുക്ക് സമയമില്ല. നമുക്ക് പെണ്ണ് കേസ്, ലൈംഗിക കേസ്, തമ്മിലടി, എന്തെങ്കിലുമൊക്കെ വികസന പ്രവർത്തനങ്ങൾ മണ്ഡലത്തിൽ കൊണ്ടുപോയി നമ്മൾ അങ്ങനെ പോകുന്നൊരു സമൂഹമാണ്. പാർലമെന്റ് കൂടാൻ സമ്മതിക്കത്തില്ല. അവിടെ തല്ലാണ്. ഒരു നിവൃത്തിയുമില്ലാത്തൊരു സംവിധാനത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുപോലെ തന്നെയാണ് രണ്ടാമത്തെ കാലെന്ന് പറയുന്നത്, പില്ലർ എന്ന് പറയുന്നത് നമ്മുടെ എക്സിക്യൂട്ടീവായിട്ടുള്ള അത് കഴിഞ്ഞാൽ ജുഡീഷ്യറി, അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫോർത്ത് എസ്റ്റേറ്റ് എന്നൊക്കെ പറയുന്ന മീഡിയ. അപ്പോൾ ഇതിനിടയിലാണ് നമുക്ക് ഗവർണറുടെയും പ്രസിഡന്റിൻ്റെയും ഒക്കെ പൊസിഷൻ വരുന്നത്. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഗവർണർ. ശരിക്കും ഗവർണർമാരെ വയ്ക്കുന്നത് ഓരോ സ്റ്റേറ്റിനെ അട്ടിമറിക്കാനല്ല. ഗവർണർമാർക്ക് ഇത്രയും പണം കൊടുത്തും ഇത്രയും സന്നാഹം കൊടുത്തും ഗവർണർ റോഡിലിറങ്ങിയാൽ എല്ലാ വാഹനങ്ങളും മാറ്റി കൊടുക്കണം, റോഡ് നിശ്ചലമാക്കി കൊടുക്കണം, ഹർത്താൽ പോലെ. ആ നിലയിലൊക്കെ ഉള്ള വലിയ രീതിയിലുള്ള സന്നാഹം കണ്ണായ സ്ഥലത്ത്, കോടിക്കണക്കിന് രൂപ വില വരുന്ന സ്ഥലത്താണ് ഗവർണറുടെ രാജ്ഭവനൊക്കെ. ഈ എല്ലാ സംവിധാനവും കൊടുത്തിരിക്കുന്നത് സ്റ്റേറ്റുമായി വളരെ കൃത്യമായി ഒന്നിച്ച് പോകാനാണ്. ഒന്നിച്ച് പോകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സ്റ്റേറ്റ് പറയുന്ന എന്തെങ്കിലും തെമ്മാടിത്തരം ഉണ്ടെങ്കിൽ അതെല്ലാം കേട്ടുകൊള്ളണമെന്നല്ല. അപ്പോൾ സ്റ്റേറ്റിൻ്റെ ഫെഡറൽ സംവിധാനത്തിൽ സ്റ്റേറ്റിൻ്റെ മുഖ്യമന്ത്രിമാരും ഗവർണർമാരും ഒരേ മാനസികാവസ്ഥയിൽ പോകുമ്പോഴാണ് സ്റ്റേറ്റ് സ്മൂത്തായി പോകുന്നത്. നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ എത്രയോ മാസങ്ങളായി, വർഷങ്ങളായി കേരളത്തിലെ VC-മാരില്ല. അവസാനം ചക്കിന് വച്ചത് കൊക്കിന് കൊണ്ടതുപോലെ നമ്മുടെ സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ VC-മാരെ ഒന്ന് തീരുമാനിക്കേണ്ട, നിങ്ങൾ പാനൽ തരൂ, ഞങ്ങൾ തീരുമാനിച്ചു തരാം. എന്തൊരു ഗതികേടാണെന്നറിയാവോ? ഈ രണ്ടുപേരോട് വഴക്കുണ്ടാക്കിയപ്പോൾ, ഭക്ഷണത്തിന് വേണ്ടി വഴക്കുണ്ടാക്കുന്നു, 2 കുട്ടികൾ വേണ്ടി കേക്കിന് വേണ്ടി വഴിയുണ്ടാക്കുന്നു, 3 കണ്ടോണ്ട് നിൽക്കുന്ന ആൾ വന്ന് പറഞ്ഞു ഞാൻ പങ്കുവെച്ചു തരാമെന്ന് പറയുന്നു. പക്ഷെ പങ്കുവെക്കുന്ന ആളിന് കൂലി കിട്ടുമല്ലോ, അത് കുറച്ചെടുക്കുന്നു എന്ന് പറഞ്ഞ പോലെ സ്റ്റേറ്റിൻ്റെ അധികാരവും അതുപോലെ ഗവർണറുടെ അധികാരവും. ഗവർണർക്ക് എന്താ അധികാരം? ഒരു സെർച്ച് കമ്മിറ്റി വെച്ചാൽ ആ സെർച്ച് കമ്മിറ്റി കണ്ടെത്തി തരുന്നവരെ തീർച്ചയായും പൊളിറ്റിക്കലായിട്ട് കൂടി ഒരു താല്പര്യം ഉണ്ടാവുമല്ലോ. ഭരിക്കുന്ന പാർട്ടികൾക്ക് ഒരു താല്പര്യം ഉണ്ടാകും. പണ്ട് ഐൻസ്റ്റീനെ ഇവിടെ വിളിച്ചു, VC ആവാൻ വിളിച്ചു എന്ന് പറയുന്ന കാലമൊക്കെ പോയി. അല്ലെങ്കിൽ വളരെ പ്രമുഖരായിട്ടുള്ള ആളുകൾ ഇരുന്ന കാലമൊക്കെ പോയി. ഇപ്പോൾ ഒരു കാലഘട്ടത്തിൽ നല്ല രസമായിരുന്നു. തിരുവനന്തപുരത്ത് നായർ, ഈഴവ തുടങ്ങിയിട്ടുള്ള ഹിന്ദു സമുദായം, പിന്നെ കോട്ടയത്ത് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിയായിരിക്കും, മലപ്പുറം കോഴിക്കോട്ട് സർവകലാശാലയിൽ പിന്നെ ആരായിരിക്കും, കാലിക്കട്ടിലാണെങ്കിൽ കൃത്യമായി പിന്നെ മുസ്ലിമായിരിക്കും, കണ്ണൂരിൽ ചെന്നാൽ കൃത്യ രാഷ്ട്രീയക്കാരനായിരിക്കും. ഇതെല്ലാം നമ്മൾ കാണുന്നതാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇപ്പോൾ സംസ്കൃത സർവകലാശാല VC അറിയപ്പെടുന്ന സാംസ്കൃതിക നേതാവാണോ? ഒന്നുമല്ല. ഏറ്റവും അറിയപ്പെടുന്ന സംസ്കൃത പ്രൊഫസറാണോ സംസ്കൃത സർവകലാശാല VC? ഒന്നുമല്ല. അപ്പോൾ ഈ VC-മാരുടെ തേമന KTU ഏറ്റവും അറിയപ്പെടുന്ന രാജ്യത്തെയോ അന്താരാഷ്ട്ര തലത്തിലുള്ള ഏറ്റവും അറിയപ്പെടുന്ന സാങ്കേതിക വിദഗ്ധനാണോ? അങ്ങനെയുള്ളൊരു പ്രൊഫസറാണോ നമ്മുടെ KTUയുടെ VC? ഒന്നുമല്ല. അപ്പോൾ നമുക്ക് VC-മാരെ വയ്ക്കുന്നതിൽ സുപ്രീം കോടതി വലിയൊരു ഇടപെടൽ നടത്തിയിട്ടുണ്ട്. പക്ഷെ നമുക്കറിയേണ്ടത് സുപ്രീം കോടതിയൊക്കെ ഇടപെട്ടിട്ടെങ്കിലും ഇതിനകത്ത് എന്തെങ്കിലും ഒരു ഗതി പിടിക്കുമോ എന്നുള്ളതാണ്. കാരണം ഇപ്പോഴും തർക്കം നടക്കുകയാണ്. സെർച്ച് കമ്മിറ്റി, ആ കമ്മിറ്റി, ഈ കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞ് ഇതിനൊരു വാലിഡിറ്റി ഇല്ലാത്ത രീതിയിൽ, ഒരു അംഗീകാരമില്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ അഭിമാനിക്കാൻ ഒരു വകയില്ലാത്ത രീതിയിലാണ് ഈ VC-മാരുടെ നിയമന പരിപാടി നീണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സുപ്രീം കോടതി ഇടപെട്ടിരിക്കുകയാണ്. ശുഭവാർത്ത വരുമെന്ന് തന്നെ കേൾക്കാം. സെർച്ച് കമ്മിറ്റി ഏറ്റവും മിടുക്കരായ സെർച്ച് ചെയ്ത് കൊടുക്കട്ടെ. അതിൽ നിന്ന് ഏറ്റവും മിടുക്കനായ ആളിനെ അല്ലെങ്കിൽ മിടുക്കിയായ ആളിനെ സുപ്രീം കോടതി തിരഞ്ഞെടുക്കട്ടെ.